തിരുവനന്തപുരം കോർപ്പറേഷൻ മത്സരിപ്പിക്കാത്തത് വിവാദങ്ങൾ ഭയന്നല്ലെന്ന് ആര്യ രാജേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരസഭ നിലനിർത്താൻ കരുത്തരെ രംഗത്തിറക്കിയിരിക്കുകയാണ് CPM. മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്നതാണ് CPM പട്ടികയിലെ പ്രത്യേകത. ഇതിൽ പ്രതികരിച്ചിരിക്കുകയാണ് ആര്യ. മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ പാർട്ടിക്ക് അവസരമുണ്ടെന്ന് ആര്യ രാജേന്ദ്രൻ പറയുന്നു. ഒരാൾക്ക് മാത്രം എപ്പോഴും അവസരം കിട്ടിയാൽ പോരല്ലോ. പാർട്ടി തന്ന പദവിയിൽ ഉയർന്നു പ്രവർത്തിച്ചു എന്നാണ് വിശ്വാസം. വാർഡിന് സ്ഥാനാർത്ഥിയായാൽ അവിടെ മാത്രമായി ചുരുങ്ങിപ്പോകും. നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്ന് പറയാൻ കഴിയില്ലെന്നും ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു. ധിക്കാരി എന്ന് വിളിക്കുന്നത് സ്ത്രീ ആയതുകൊണ്ടാണ്. പിൻസീറ്റിൽ ഡ്രൈവിംഗ് ആരോപണം സ്ത്രീകളെ അംഗീകരിക്കാത്തവരുടേതാണെന്നും ആര്യ രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനും BJPക്കും ആര്യ മറുപടി നൽകിയിരുന്നു. പദവി ആഗ്രഹിച്ചല്ല തന്റെ പാർട്ടി പ്രവർത്തനം. രാജീവ് ചന്ദ്രശേഖർ ചെയ്തതിനേക്കാൾ അധികം താൻ ചെയ്തു. പറയുന്നവരുടെ വേവലാതി സ്വന്തം രീതികൾ വെച്ചെന്നും ആര്യ തുറന്നടിച്ചിരുന്നു. BJPയുടെ ക്രൂരതകൾ പ്രസംഗിച്ച് സജീവമാകുന്നുണ്ടെന്നും അവരുടെ തനിനിറം തുറന്നു കാട്ടുമെന്നും ആര്യ പറഞ്ഞു. നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ ഫയലുകളും ഓരോ ജീവനുകളാണ് എന്ന് പറയുന്നത് പോലെ മുന്നിലിരിക്കുന്ന ഓരോ മനുഷ്യനും അവർ അർഹിക്കുന്ന പരിഗണന നൽകാൻ നമുക്ക് കഴിയണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് എന്ന് ആര്യ രാജേന്ദ്രൻ തന്റെ ഭരണകാലത്തെ അനുഭവം പങ്കുവച്ചുകൊണ്ട് പറഞ്ഞു. സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചല്ല താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നും പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും നിർവഹിക്കുമെന്നും ആര്യ കൂട്ടിച്ചേർത്തു. അതേസമയം തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ മത്സരിക്കാത്തത് വിഷയമായി ഉയർത്തുകയാണ് BJP വികസനം ചർച്ചയാക്കിയതോടെയാണ് ആര്യ രാജേന്ദ്രൻ മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതെന്നും ഭയമാണ് കാരണമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു.